അപ്പം നമ്മളിപ്പം ഇന്നതാവണം എന്നുള്ള അടിസ്ഥാനത്തിലല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനിടെ നമുക്ക് സ്ഥാനം കിട്ടിയെന്ന് വരും, കിട്ടിയില്ലെന്ന് വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കാരണം നെഹ്റുവിൻ്റെ നേതൃത്വം ആണ് ഇന്ത്യയിൽ ജനാധിപത്യ മതേതരത്തിന് അടിത്തറയിട്ടത്. നെഹ്റു വലിയൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നല്ലോ. ഈവൻ മുസോളിനി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും കാണാൻ കൂട്ടാക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് യൂറോപ്യൻ പര്യടന വേളയിലായിരുന്നു. തന്നെയുമല്ല, ഇന്ത്യയിൽ ജനാധിപത്യം, പാർലമെന്ററി ജനാധിപത്യം, മതേതരത്വം ഇതെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം സ്വയം തൻ്റെ ഗവൺമെന്റിനെതിരായി വേറെ പേരിൽ വിമർശിക്കുമായിരുന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് വിമർശനങ്ങളെ ഭരണാധികാരികൾക്ക് ഭയമാണ്. ഭരണാധികാരികൾ വിമർശിക്കുന്നവരെ കൽത്തുറുങ്ക് അടയ്ക്കുന്ന കാലമാണ്. സ്വന്തം ഗവൺമെന്റിനെതിരായി വേറൊരു പേരിൽ വിമർശനപരമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു. തനിക്കെതിരെ കാർട്ടൂൺ വരയ്ക്കുന്നവരെ വീട്ടിൽ വിളിച്ച് കാർട്ടൂണിസ്റ്റ് അങ്ങളെ വീട്ടിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇന്ന് കാർട്ടൂൺ വരയ്ക്കുന്നതിന് ജയിലിലിടുന്ന കാലമാണ്. അതാണ് വ്യത്യാസം.